വളരെ ദയനീയമാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ. ഒരുപക്ഷെ ചോദ്യചിഹ്നമായി ഒരു ഗ്രാമം തന്നെ നമുക്ക് മുമ്പിൽ നിലനിൽപ്പുണ്ട്. ഞങ്ങളിന് എന്ത് ചെയ്യണം എന്ന്. തീർച്ചയായിട്ടും അവരെ സഹായിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം നാളെ നമുക്കും ഇങ്ങനെ തന്നെ സംഭവിച്ചേക്കാം. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ചേർത്തു പിടിക്കാൻ ഒരുപാട് ജനങ്ങളുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. കാരണം 13 ജില്ലകളെയും ബാധിച്ച പ്രളയത്തെ പോലും നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ മനോധൈര്യം ചെറുതൊന്നുമല്ല നമുക്ക് ഈ സമയത്ത് നൽകുന്നത്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിക്കണം എന്ന രീതിയിൽ പോസ്റ്റർ ഇട്ടതിന് ശേഷം ഒരുപാട് പേരാണ് ഒരിക്കലും തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ചെയ്യരുത് എന്ന രീതിയിൽ കമന്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം ഇവർ പറയുന്നത് ദുരിതബാധിതർക്ക് ശരിയായ രീതിയിൽ പണം ലഭിക്കുന്നില്ല എന്ന രീതിയിലാണ് ഇവർ പല ആളുകളും സംസാരിക്കുന്നത്. ഒരുപക്ഷെ എന്നിട്ട് പോലും ഇത്രയും ആളുകൾ വിമർശിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് പണം വന്ന് ഒഴുകി ചേരുന്നു എന്നതും നമ്മൾ 2 ദിവസമായി കണ്ടതാണ്. അതിന്റെ പേരിൽ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ആരും നൽകാൻ പാടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള നിലപാടുകൾ എടുക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ പ്രളയ സമയത്ത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പൈസ ഒരുപക്ഷെ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ലഭിച്ചിട്ടില്ല എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ എന്ത് തന്നെ കാരണങ്ങൾ ഉണ്ടായാലും ഒരിക്കലും തന്നെ ഇതുപോലുള്ള പ്രതികരണം പാടില്ല എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. കാരണം തീർച്ചയായിട്ടും ഈ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ നേരിട്ട് അവരെ സഹായിക്കാൻ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്തിട്ടും അവിടെയുള്ളവർക്ക് സഹായം ലഭിച്ചിട്ടില്ല എന്ന അറിവ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നിലവിൽ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റ് ഒരുപക്ഷെ സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ടും തീർച്ചയായിട്ടും ഇത്രയും കുടുംബങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് അവരുടെ ബാധ്യത ആയതുകൊണ്ടും ഇതുപോലുള്ള വഴികൾ ചിലപ്പോൾ തേടിയേക്കാം. തീർച്ചയായിട്ടും അതിന് നമ്മൾ സഹകരിക്കുക തന്നെയാണ് ഈ സന്ദർഭത്തിലൊക്കെയും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ലഭിക്കുന്ന പണത്തിന്റെ വരവും ചിലവും തീർച്ചയായിട്ടും സർക്കാർ ജനങ്ങളെ അറിയിപ്പിക്കേണ്ടതും അവരുടെ ബാധ്യത തന്നെയാണ്. ഇങ്ങനെയുള്ള പണം നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ ആവശ്യത്തിന് വെച്ച പണമായിരിക്കാം എടുത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള പൈസ വ്യക്തമായ ആളുകൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നൽകുന്ന എല്ലാവർക്കും തന്നെ വിഷമങ്ങൾ ഉണ്ടാവും എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വ്യക്തമായ കണക്കും കാര്യങ്ങളും എല്ലാവർക്കും അറിയിച്ചു കൊടുക്കേണ്ടതും ഗവൺമെന്റിന്റെ ഉത്തരവ് വ്യക്തമായ രീതിയിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഈ സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി വയനാടിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ അതിജീവനം സാധ്യമാക്കുവാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യട്ടെ. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ.